Meet the editors. ഹൈക്കമാൻഡ് തിരുത്തിച്ചോ എന്നാണ് ചോദ്യം. സ്മൃതി, ആ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയങ്ക ഗാന്ധി മണ്ഡല പര്യടനം കഴിഞ്ഞ് പോകുന്നതിന് തൊട്ടു പിന്നാലെയാണ് രാജി വാർത്ത വരുന്നത്. ഇന്നലെ തന്നെ രാജി KPCCക്ക് സമർപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അടക്കം നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ NDA അപ്പച്ചൻ പറയുന്നത് നേരത്തെ തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു, KPCC ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് എന്നാണ്. ഒടുവിൽ ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യ കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമാക്കി. ഇത് എല്ലാം ഹൈക്കമാൻഡിൻ്റെ അറിവോടുകൂടി ഹൈക്കമാൻഡ് തിരുത്തിച്ചതാണോ? ഉറപ്പായിട്ടും ഇതിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും ഗാന്ധിയുടെ നിർദ്ദേശവുമുണ്ട്. അവരുടെ പര്യടനം കഴിഞ്ഞ് പോകുമ്പോൾ എന്ന് മാത്രമല്ല, ഈ പര്യടനത്തിന് എത്തിയ ഘട്ടത്തിൽ പോലും NDA അപ്പച്ചനെ പരിപാടികൾ അറിയിച്ചിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ യാത്രകളിൽ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ സിദ്ദിഖാണ് കൂടെ പോയിരുന്നത്. അപ്പോൾ പൂർണ്ണമായും NDA അപ്പച്ചനെ മാറ്റി നിർത്തുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എന്താ പറയുക, തമ്മിൽ തല്ല് പോര് ആ രൂപത്തിലേക്ക് മാറി. അവിടെ ഗ്രൂപ്പുകൾ എന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന AI ഗ്രൂപ്പുകൾ എന്ന രൂപത്തിലല്ല, ആളുകളെല്ലാം വ്യത്യസ്ത ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന രൂപത്തിലാണ് നേതാക്കൾ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ വയനാട് ജില്ലയുടെ കാര്യമെടുത്താൽ, ഇപ്പോൾ വയനാട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കന്നി അംഗത്തിൽ വിജയിപ്പിച്ച മണ്ഡലം. പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിൽ അപ്പുറം ഭൂരിപക്ഷം ലഭിച്ചതാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിച്ചതാണ്. അവിടുത്തെ ഏറ്റവും വലിയ വിജയങ്ങൾ രണ്ടാമത്തെ വിജയമാണ് പ്രിയങ്കയുടേത്. അപ്പോൾ അങ്ങനെ ജയിച്ച ഒരു മണ്ഡലം, അതായത് ഹൈക്കമാൻഡ് ദേശീയ നേതാക്കൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, അവിടെ ഈ രൂപത്തിൽ കോൺഗ്രസ് ചക്കളത്തി പോരാട്ടം നടത്തുകയാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് എത്രത്തോളം നാണക്കേട് ആണ് എന്നത് മാത്രമല്ല, ദേശീയ നേതൃത്വത്തോട്, നേതാക്കളോട് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് ഈ മണ്ഡലത്തിലെ നേതാക്കൾക്ക്, നേതാക്കൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കവിടെ ഈ കഴിഞ്ഞ വർഷത്തെ ഈ 2 മരണങ്ങൾ മാത്രമല്ല, ജില്ലയിൽ ആകെ കൂടി കോൺഗ്രസ് നേതാക്കൾ 5 ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 5 ആത്മഹത്യകൾക്കും സമാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ ആത്മഹത്യകളും ഈ നേതാക്കളുമായി കലഹിച്ചിട്ട് അല്ലെങ്കിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മനോവിഷമത്തിലൊക്കെയാണ് ഈ ആത്മഹത്യകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ആത്മഹത്യകൾ ചർച്ച ചെയ്യേണ്ടതാണ്. 2015 നവംബറിൽ മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന PV ജോൺ പാർട്ടി ഓഫീസിനുള്ളിലാണ് തൂങ്ങി മരിച്ചത്. 2023 മെയ് 29 പുൽപ്പള്ളി മേഖലയിലെ കോൺഗ്രസ് നേതാക്കളിൽ വിശ്വസ്തനായിരുന്ന രാജേന്ദ്രൻ നായർ ജീവനൊടുക്കുന്നു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പുൽപ്പള്ളി ബാങ്ക് ഭരണസമിതിയുടെ വായ്പാ തട്ടിപ്പിന് ഇരയായിട്ടാണ് രാജേന്ദ്രൻ്റെ ആത്മഹത്യ. അത് വായ്പാ തട്ടിപ്പിന് ഇരയാകുന്നു. അടുത്തത് സുൽത്താൻ ബത്തേരി ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ പേരിൽ നിന്നും പാർട്ടി നേതാക്കൾ പണം വാങ്ങുന്നു. അതിനുശേഷം അവർ വന്ന് ജോലി കിട്ടിയില്ല, പണം എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ട്രഷററായിരുന്ന NM വിജയൻ സത്യസന്ധനായ ഒരു നേതാവാണ്. അത് പലതവണ നേതാക്കളെ അറിയിച്ചെങ്കിലും നേതാക്കൾ ആരും ഇടപെട്ടില്ല. ഒടുവിൽ സ്വന്തം ഭൂമിയൊക്കെ വിറ്റ് വായ്പയെടുത്ത് ഈ പണമൊക്കെ ഇവർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അതാണല്ലോ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത്. പിന്നീണ്ടാകുന്ന ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യയാണ്. അതും ഏത് രൂപത്തിലാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയിലെ തല്ലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് ആത്മഹത്യകളാണ് മുഴുവൻ സംഭവങ്ങളും. ഇതിനോട് പാർട്ടി എടുക്കുന്ന സമീപനമാണ് ഏറ്റവും പ്രധാനം. NM വിജയൻ്റെ ആത്മഹത്യ സംഭവിക്കുന്നു. ആത്മഹത്യയിൽ ആത്മഹത്യാക്കുറിപ്പ് വരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണൻ്റെ പേരും DCC അധ്യക്ഷൻ്റെ ഇടപെടലില്ലായ്മയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടാണ് ആത്മഹത്യ സംഭവിക്കുന്നത്. ആ കത്തിനെക്കുറിച്ച് അന്നത്തെ KPCC അധ്യക്ഷൻ ആദ്യം പറഞ്ഞത് ഏത് കത്ത്, എവിടുത്തെ കത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അതേ നേതാക്കൾക്ക് അവിടെ വീട്ടിൽ പോയി ആ കുടുംബത്തെ കാണേണ്ടി വരുന്നു. ആ കുടുംബത്തെ കണ്ട് അവർക്ക് ഉറപ്പുകൾ നൽകുന്നു. ഒരു പാർട്ടിയുടെ ഒരു കമ്മീഷൻ അത് പരിശോധിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു. ആ കമ്മീഷൻ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിൽ DCC അധ്യക്ഷൻ്റെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. ആ കുടുംബത്തിൻ്റെ പരാതികൾ, പ്രതികരണങ്ങൾ വരുന്നു. അതിനുശേഷം NM വിജയൻ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു മകനെ കൂടി ചേർത്താണ്. ആ മകൻ ഭിന്നശേഷിക്കാരാണ്. അപ്പോൾ ആ മകനെ കൂടി ചേർത്ത് ആത്മഹത്യ ചെയ്യുന്ന, ആ മകൻ ഇനി ആർക്കും ബാധ്യതയാവരുത് എന്ന ഉദ്ദേശത്തിലാണ്. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ 2 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ആ 2 ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവരോട് പാർട്ടി എടുത്തിരിക്കുന്ന സമീപനം എത്ര ഇൻസെൻസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ആദ്യത്തെ പ്രതികരണം തന്നെ അങ്ങനെയായിരുന്നു. പിന്നീട് ഇത് വിവാദമാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുന്നു. പിന്നീട് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? KPCC അധ്യക്ഷൻ്റെ പ്രതികരണമാണ്. KPCC അധ്യക്ഷൻ പറഞ്ഞ എന്താണ്? എല്ലാ കടവും നമുക്ക് വീട്ടാൻ പറ്റില്ല, പാർട്ടിക്ക് ഏറ്റെടുക്കാൻ, എല്ലാ ബാധ്യതയും പാർട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ബാധ്യതയും ഏറ്റെടുക്കാൻ പറഞ്ഞില്ല, പാർട്ടി വരുത്തി വെച്ച ബാധ്യതയെക്കുറിച്ച് ആ കുടുംബം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഏറ്റെടുക്കുമെന്ന് ഒരു തവണ ഉറപ്പ് പറഞ്ഞിട്ട് അത് നടപ്പാക്കാത്ത സാഹചര്യം വരുന്നു. പിന്നീട് ഈ പറയുന്ന
മരുമകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. ഈ DCC ഓഫീസിന് മുന്നിൽ അടുത്ത മാസം 2-ാം തീയതി തൊട്ട് സത്യഗ്രഹം ഇരിക്കുമെന്നുള്ള പ്രതിഷേധ പ്രതികരണം നടത്തുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ മുഴുവൻ പൈസയും കൊടുത്തു തീർക്കുന്ന രൂപത്തിലേക്ക് ഇന്നലെയാണ് അത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഈ 63 ലക്ഷത്തോളം തുക പൂർണ്ണമായും കൊടുത്തു. അതിൻ്റെ മുഴുവൻ രേഖകളും ഇന്നാണ് ആ കുടുംബത്തിന് കൊടുക്കുന്നത്. അപ്പോൾ എത്ര വൈകിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് എത്ര തരത്തിൽ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അപ്പോൾ എന്ത് ചർച്ച ചെയ്താലും എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് അവരെങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുത്തത്? IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി, അറസ്റ്റ് രേഖപ്പെടുത്തി, ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതിനുശേഷം എന്താണ് പാർട്ടി ആ നേതാവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം എന്നുള്ളതാണ്. അവിടെ പല രൂപത്തിലാണ്. ഇപ്പോൾ KC ഗ്രൂപ്പിൽപ്പെടുന്നതാണ് ND അപ്പച്ചൻ എന്ന് പറയുന്നു. ND അപ്പച്ചൻ തന്നെ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി എന്ന നിലയ്ക്ക് ND അപ്പച്ചനെ DCC അധ്യക്ഷനാക്കാമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടി താല്പര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ പെർഫോം ചെയ്യാത്ത ഒരാളെ തുടരാൻ അനുവദിച്ചത് എങ്ങനെയാണെന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ വേറെയും IC ബാലകൃഷ്ണൻ എന്നുള്ളത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പാണെന്ന് പറയുന്നു. വിനയൻ എന്ന വേറൊരു ഗ്രൂപ്പ് നേതാവുണ്ട്. സിദ്ദിഖ് ഇവരിൽ നിന്നൊക്കെ മാറി വേറെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ നേതാക്കളെല്ലാം തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ മണ്ഡലത്തിൽ എത്ര ദിവസം ഉണ്ടാകുമ്പോഴും പ്രിയങ്ക ഗാന്ധി എങ്ങനെയാണ് ഈ നേതാക്കൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്? പ്രിയങ്ക ഗാന്ധിയോട് ഈ പറയുന്ന വിവിധ ഗ്രൂപ്പുകളിലെ നേതാക്കൾ വിവിധ തരത്തിലായിരിക്കില്ലേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ടാവുക? ഇങ്ങനെയൊക്കെയുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് അത് തിരിച്ചറിയാൻ വൈകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സോണിയാഗാന്ധിയും അവിടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. സോണിയാഗാന്ധി മണ്ഡലത്തിൽ പലയിടത്തും സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയങ്കയുടെ പ്രതികരണങ്ങളും ആ രൂപത്തിൽ നമ്മൾ മാധ്യമങ്ങളോട് അങ്ങനെ നിരന്തര മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ ആദിവാസി ഊരുകളിലടക്കം അവർ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആളുകളുമായി സംസാരിക്കുന്നു. ഡോക്ടർ MN കാരശ്ശേരിയൊക്കെ കണ്ട് വിശദമായി തന്നെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ അവർക്കറിയാം. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ നേതൃത്വത്തിന് വന്നിരിക്കുന്ന അപജയം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ DCC പുനഃസംഘടന എന്നുള്ളത് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ. DCC പുനഃസംഘടന വൈകുകയാണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിൽ ഇനി വൈകാൻ പറ്റില്ല. അതിനു മുൻപ് തന്നെ തീരുമാനിക്കണം എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ND അപ്പച്ചനെ മാറ്റിയിരിക്കുന്നത്. ഇനി ND അപ്പച്ചനെ മാറ്റിക്കഴിഞ്ഞാൽ അതവിടെ പരിഹരിക്കുന്നുണ്ടോ? അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ND അപ്പച്ചനെ മാറ്റൽ മാത്രമാണോ എന്ന വിഷയം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതവിടെ കഴിയുന്നില്ല. ND അപ്പച്ചൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമായി അവിടുത്തെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ അവർ പറയുന്നത് എൻ്റെ സ്ഥാനചലനത്തിന് പിന്നിൽ ചിലരാണ്, അത് ഞാൻ പുറത്തു പറയുന്നു. അപ്പോൾ ഇവിടെ തീരുന്നില്ല, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ തമ്മിൽ തല്ല് തുടരുക തന്നെയാണ്. അതിൽ കർശനമായ തീരുമാനത്തിലേക്കും നടപടികളിലേക്കുമാണ് പാർട്ടി പോകേണ്ട. ഒരു DCC അധ്യക്ഷനെ മാറ്റിയോണ്ടായില്ല. പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ KSU പ്രസിഡന്റായി വന്ന ആളൊക്കെയാണ്. അദ്ദേഹം അവിടെ നന്നായി പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പാർട്ടി. ഏതായാലും ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ വളരെ നിസ്സംഗത പാലിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. ഇനിയും അതിൻ്റെ ബുദ്ധിമുട്ട് തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഹൈക്കമാൻഡ് തിരുത്തിച്ച് തന്നെയാണ്, സ്വമേധയാ രാജി നൽകിയതാണ് എന്ന KPCC അധ്യക്ഷൻ പറഞ്ഞത് ശരിയല്ല. അതിലപ്പുറം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൂടിയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡിന് തന്നെ ഇടപെടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് തിരുത്തിച്ചതോ എന്നാണ് ചോദ്യം. ND അപ്പച്ചൻ്റെ രാജി. ജിമ്മി, ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരെ ഹൈക്കമാൻഡ് അങ്ങനെ ഇടപെട്ട് തിരിച്ചായിരുന്നു നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരുത്തിക്കേണ്ട നടപടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ഇങ്ങനല്ല ഉണ്ടാവേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഹൈക്കമാൻഡ് തിരുത്തിക്കാൻ ഇടപെട്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 2 നടപടിയിൽ നിന്നുണ്ട്. അതിൽ MD അപ്പച്ചൻ്റെ രാജി രണ്ടാമത്തേതാണ്. ഇതിന് തൊട്ട് മുമ്പ് ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷററായിരുന്ന ശ്രീ വിജയൻ്റെ കടം എഴുതിത്തള്ളി 59 ലക്ഷം രൂപ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഈ 59 ലക്ഷം രൂപ പാർട്ടി അടയ്ക്കുകയാണ് ചെയ്തത്. എന്താണ് കേസ്? ഒരുപാട് സഹകരണ ബാങ്കുകളിൽ ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചു. ആ പണം എന്നിട്ട് തിരിച്ചു കൊടുത്തുമില്ല, ജോലിയും കൊടുത്തില്ല. ഇറ്റ്സ് എ ചീറ്റിംഗ് കേസ്. ഒരു ചീറ്റിംഗ് ആണ് ഇത്. ആരൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായുണ്ട്. അതിൻ്റെ ഭാഗമായി IC ബാലകൃഷ്ണൻ ജയിലിൽ പോയി, MD അപ്പച്ചൻ ജയിലിൽ പോയി. അവരൊക്കെ ജാമ്യം കിട്ടി. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും പ്രതിയായി 3 പേർക്ക് അവരിപ്പോഴും ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ ഇതൊരു ചീറ്റിംഗ് കേസാണ്. ഈ ചീറ്റിംഗ് കേസിൽ ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളത് ആ കത്തിലുണ്ട് താനും. അപ്പോൾ ഈ ചീറ്റിംഗ് കേസിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് പാർട്ടി ഏറ്റെടുക്കുന്നത്? അപ്പോൾ തിരുത്തൽ നടപടി അവിടെ തുടങ്ങണ്ടേ? അതായത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന സാധനം ഇത് ഒന്നാം തരം ഫ്രോഡ് പരിപാടി എന്നാണ്. ഈ ഫ്രോഡ് പരിപാടി വയനാട് DCCയുടെ നേതൃത്വത്തിൽ നടന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം.
അല്ലെങ്കിൽ പിന്നെ ഈ 59 ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെ ഉണ്ടായി? ഇതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല കേട്ടോ. ഇതൊന്നും ഒരു വിഷയമല്ല. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ ഇങ്ങനെയാണോ നടക്കുക? എന്നിട്ടിത് പരസ്യമായി വെച്ചലക്കുക, അവസാനം പണം കൊടുക്കാമെന്ന് പറയുക, പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തെ കുറേ 1-2 വർഷം പറ്റിക്കുക, വീണ്ടും ഒരു മരണം ഉണ്ടായപ്പോൾ ഈ വിഷയം അതുകൊണ്ട് മാത്രം വീണ്ടും ഒരു മരണം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ വിഷയം വീണ്ടും സജീവമാകുന്നു. ആ മരിച്ചയാളുടെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ അതിന് തൊട്ട് മുമ്പ് പുതിയ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ പാർട്ടിക്ക് എല്ലാ ബാധ്യതയൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ്. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ പൈസയും കൊടുത്തു തീർക്കുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം ഇതൊരു വലിയ ക്രൈമാണ്. ആ ക്രൈമിനെ അഡ്രസ്സ് ചെയ്യാതെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ സഹകരണ ബാങ്കുകളിൽ വ്യാപകമായി ആളുകളുടെ നിന്ന് പണം വാങ്ങിച്ച് ചിലരെ കയറ്റാറുണ്ട്, ജോലിക്ക് നിയമിക്കാറുണ്ട്, ചിലരെ നിയമിക്കാറില്ല. പണം കൊടുത്തവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അത് പോയി. ഇതല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അതല്ലേ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വലിയ കമാൻഡ് തിരുത്തിക്കാൻ ഇറങ്ങിയാൽ ആദ്യം ഈ വിഷയത്തിൻ്റെ അടിവേരിലേക്കല്ലേ പോകേണ്ടത്? അത് പോകാതെ ഈ പണം കൊടുത്തു തീർക്കാൻ, അതായത് 3 ദിവസത്തിനുള്ളിലാണ് ഈ പണം കൊടുത്തു തീർക്കുന്നതും 59 ലക്ഷം രൂപയുടെ രേഖകളെല്ലാം തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് ഹൈക്കമാൻഡാണ് ഇടപെട്ട് തിരുത്തിച്ചതെങ്കിൽ കള്ളന് കഞ്ഞിവെച്ച പരിപാടിയാണ് ചെയ്തത്. ഈ കള്ളന്മാരെല്ലാം ഈ പണം വാങ്ങിച്ച അവസാനം പല വഴിക്ക് കൊണ്ടുപോയ ആളുകളെല്ലാം ഇപ്പോഴും പ്രധാനപ്പെട്ട പദവികളിലെല്ലാം ഇരിക്കുകയല്ലേ? അതേക്കുറിച്ച് അന്വേഷണമുണ്ടോ? ഇല്ലല്ലോ. ഈ ആത്മഹത്യ ചെയ്ത NM വിജയനെക്കുറിച്ച് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ആർക്കും അഭിപ്രായമില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹവും ഒരു കള്ളനായിരുന്നെങ്കിൽ സ്വന്തം സ്വത്ത് വിറ്റ് ഈ നാട്ടുകാരുടെ പണം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കില്ലായിരുന്നല്ലോ. അത് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യാതെ അത് സെറ്റിൽ ചെയ്തു. അടുത്തത് ND അപ്പച്ചൻ്റെ രാജിയാണ്. ND അപ്പച്ചൻ്റെ രാജിയിലേക്ക് എത്തിച്ച തൊട്ടുമുമ്പത്തെ സംഭവം എന്താണ്? അവിടെ ഒരു ആത്മഹത്യ നടക്കുന്നു. ആ ആത്മഹത്യക്ക് മുമ്പ് നടന്ന സംഭവം തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളെ കൊണ്ടുവച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ ഭാഗമായി ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുന്തമുന നീളുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ കക്ഷിയായിരുന്നു അവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന ജോസ് നെല്ലേടം എന്ന് പറഞ്ഞ കക്ഷി. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയോടുകൂടി ആ വിഷയം വലിയ വിവാദമാകുന്നു. ND അപ്പച്ചൻ രാജിവെച്ചു. അപ്പോൾ ഈ തങ്കച്ചൻ്റെ വീട്ടിൽ ഈ സാധനം കൊണ്ടുവച്ചതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളോ? അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നല്ലോ. അവരെ ഒന്നും ചെയ്യണ്ടേ? അവർക്കെതിരെ നടപടിയുണ്ടോ? ആ വിഷയം കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ടോ? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന, പണ്ട് കെ കരുണാകരൻ പറയായിരുന്നു ഇത് ഹൈക്കമാൻഡ് അല്ല, വെറും ലോ കമാൻഡാണ്. അങ്ങനെ ഒരു ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് എന്താ? ഒരു മനുഷ്യനെ 17 ദിവസം ജയിലിലിട്ട വിഷയമാണ്. ആ വിഷയത്തിൽ വളരെ വലിയ ഗൂഢാലോചന നടന്നുവെന്നാണ് പിന്നീട് നമുക്ക് വാർത്തകളിലൂടെ വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ പിടിക്കപ്പെടും എന്ന് പേടിച്ചിട്ടാണെന്ന് പറയുന്നു. ഇതിലേറ്റവും ദുർബലനായ ഒരു കണ്ണി, അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഇതിൽ പെട്ടുപോയതാണ്. അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതൊന്നും അന്വേഷിക്കണ്ടേ? അടിസ്ഥാനപരമായി വയനാട്ടിലെ കോൺഗ്രസ്സിലെ ഒരു വിഷയവും പരിഹരിക്കാതെ തൊലിപ്പുറത്തുള്ള 2 ചികിത്സകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു തിരുത്തലേ അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. നോക്കൂ, ഇപ്പോൾ ND അപ്പച്ചൻ രാജിവെച്ചതിൻ്റെ 2 മണിക്കൂറിന് ശേഷം തെരുവിൽ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് വയനാട്ടിൽ കോൺഗ്രസ്സുകാരുടെ. ഗ്രൂപ്പ് പോര് വീണ്ടും സജീവമാകുന്നു. IC ബാലകൃഷ്ണൻ്റെ ടീം ആയിരിക്കാം ഒരുപക്ഷെ നടത്തിയത്, വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ തൊലിപ്പുറത്തുള്ള ചികിത്സ ഇത് കഴിഞ്ഞ് വേറൊരാളെ വയ്ക്കുന്നു. ആളുകൾ തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധം പിന്നെയും സജീവമാകുന്നു. ഇതിനപ്പുറം 1 ഇഞ്ച് പോലും ഇത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇത് തിരുത്തലേ അല്ല. ഇനി ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം നമുക്ക് എടുക്കാം. എന്തായി കോൺഗ്രസ് DCCകളുടെ പുനഃസംഘടന? തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2 മാസത്തിനുള്ളിൽ ഇപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പാണ്. ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ചും സംസ്ഥാന നേതൃത്വം പറഞ്ഞതനുസരിച്ചും DCCകൾ പുനഃസംഘടിപ്പിക്കണം. ഒരെണ്ണത്തെ നടന്നില്ല. എത്രയോ നാൾ ചർച്ച, നമ്മളിതാ ഇപ്പം വരാൻ പോകുന്നു, നാളെ വരാൻ പോകുന്നു, MP മാർക്ക് തർക്കം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു DCC പ്രസിഡന്റിന് പോലും സ്ഥാനയെല്ലാം ഉണ്ടായില്ല. അത് വരുമെന്ന് വിചാരിച്ചാണ് ND അപ്പച്ചനെ പിന്നെ മാറ്റാമെന്ന് കാത്തിരുന്നത്. അവസാനം ഒരു ഗത്യന്തരവുമില്ലാതെ ND അപ്പച്ചനെ മാറ്റുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം കോൺഗ്രസിൻ്റെ പുനഃസംഘടനയാണ്. അത് ജില്ലാതലത്തിൽ നടന്നില്ല. ഇനി KPCCയിലോ? KPCക്ക് പുതിയ പ്രസിഡന്റ് വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞ എന്താ? KPCCയിലും പുനഃസംഘടന ഉണ്ടാവും. അതിനും പറ്റിയില്ല. ചുരുക്കത്തിൽ ഒരു കാര്യത്തിലും അടിസ്ഥാനപരമായി മാറ്റം വരുത്താതെ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ മർമ്മത്തിലേക്ക് കടക്കാതെ, ഒരു 1-2 വലിയ ക്രിമിനൽ ഒഫൻസുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താതെ ഒരു DCC പ്രസിഡന്റിനെ മാറ്റി പകരം വേറൊരാൾ, ഇനിയിപ്പോൾ അതിന് വേറെ യുദ്ധം നടക്കുന്നത് വേറെ കാര്യം, പുതിയൊരു DCC പ്രസിഡന്റിനെ വെച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ഇത് തിരുത്തിക്കലേ അല്ല, ഇത് തൊലിപ്പുറത്തുള്ള ഒരു ചികിത്സ മാത്രം. ഹൈക്കമാൻഡ് തിരുത്തിച്ചോ എന്ന ചോദ്യത്തിന്, ഇങ്ങനെ തിരുത്തിക്കാൻ ഒരു ഹൈക്കമാൻഡിൻ്റെ അവസ്ഥ വന്നത് എത്ര പരിതാപകരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജില്ലയിലെ ആ ജില്ലാ നേതൃത്വം
DCC 5 കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മഹത്യകൾക്ക് കാരണമാവുക? ഒന്നാലോചിച്ച് നോക്കൂ. 5 കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലയിൽ കുരുതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയമല്ലേ? നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടേയില്ല. പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ കൊണ്ട് 10 വർഷത്തിനിടയിൽ പാർട്ടിയിലെ മുൻനിര നേതാക്കൾ, ഒരാൾ പഞ്ചായത്ത് അംഗമാണ് ആത്മഹത്യ ചെയ്തത്, മറ്റൊരാൾ ബ്ലോക്ക് പ്രസിഡൻ്റാണ്, മറ്റൊരാൾ DCCയുടെ ട്രഷററാണ്. എന്നാലോചിച്ച് നോക്കണം. ഒരു പാർട്ടിയുടെ മുൻനിര നേതാക്കൾ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ കൊണ്ടും പാർട്ടിയിലെ നേതാക്കളുടെ കള്ളക്കളി കൊണ്ടും വലിയ തട്ടിപ്പും അഴിമതിയും കൊണ്ടും തുടർച്ചയായിട്ട് ജീവനൊടുപ്പിക്കുന്ന കഥ ഇന്ത്യയിൽ ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല. ആ ക്രെഡിറ്റ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ നേതൃത്വത്തിനുള്ളതാണ്. നിർഭാഗ്യവശാൽ അത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മണ്ഡലം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ച് വിജയിച്ച്, പിന്നീട് വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച്, ഒടുവിൽ ആ സീറ്റ് ഒഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി വന്നു മത്സരിച്ച് ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ്. അവിടെയുള്ള മൺതരികളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ വികാരം ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ മൺതരികളാണ്. ഇതിനിടയ്ക്ക് ഒരു ബ്രേക്കിംഗ് വാർത്തയുണ്ട് കേട്ടോ. ND അപ്പച്ചനെ കേരളത്തിൽ നിന്നുള്ള AICC കോപ്റ്റഡ് അംഗമായി പ്രഖ്യാപിച്ചു. വളരെ ഗംഭീരമായ കാര്യം. അങ്ങനെ തന്നെ വേണം. പറ്റുമെങ്കിൽ AICCയുടെ പ്രവർത്തക സമിതിയിലേക്ക് എടുക്കണം. AICCയുടെ പ്രവർത്തക സമിതിയിലേക്ക് എടുക്കണം ND അപ്പച്ചനെ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം പ്രിയപ്പെട്ട അല്ലേ. നോക്കൂ, അതാണ് പുറത്തു വരാതിരിക്കാൻ, ചില രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കമാണത്. KPCCയുടെ എന്തായിട്ടാണ് കോപ്റ്റഡ് അംഗമായി AICCയുടെ കോപ്റ്റഡ് അംഗമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ND അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ എന്താണ് വയനാട്ടിൽ നടന്നത്? IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അടങ്ങുന്ന 2 ക്യാമ്പുകൾ. നമ്മൾ പണ്ട് ഈ ബോംബെയിലെ അധോലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അധോലോകത്തിൽ അരുൺകാവിലി ഒരു പക്ഷം, ദാവൂദ് ഇബ്രാഹിം മറ്റൊരു പക്ഷം എന്നിങ്ങനെ പറയുന്നത് പോലെ ഇത്രയും രൂക്ഷമായ സാഹചര്യമായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. നേരത്തെ സ്മൃതി ആ കണക്ക് പറഞ്ഞു. 2015 നവംബർ മാസത്തിലാണ് PV ജോൺ എന്ന ബ്ലോക്ക് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്നത്. ഗ്രൂപ്പ് തർക്കമായിരുന്നു കാരണം. 2023 രാജേന്ദ്രൻ നായർ പുൽപ്പള്ളിയിലെ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിനിരയായിട്ട്, 2025 NM വിജയനും ജിജേഷും മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു ആ DCCയുടെ ട്രഷറർ. 2025 ജോസ് നെല്ലേടം എന്ന പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് അംഗവും മുള്ളംകൊല്ലി പഞ്ചായത്ത് അംഗവും ND അപ്പച്ചൻ്റെ വിശ്വസ്തനുമായിരുന്നു ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ ND അപ്പച്ചൻ അവിടെ DCC പ്രസിഡൻ്റായിരിക്കുന്ന വേളയിലും DCCയുടെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന വേളയിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല, നിർബാധം വയനാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം തുടരുന്ന അഴിമതിക്കും കോഴയ്ക്കും കൂട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, NM വിജയൻ്റെ കത്ത് 2021 KPCC നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. അന്ന് ആ കത്തിൽ വളരെ വിശദമായി NM വിജയൻ എഴുതിയിട്ടുണ്ട്, DCCയുടെ ട്രഷററായിരുന്ന ഞാൻ പാർട്ടിയിലെ ചില നേതാക്കൾ നടത്തിയ അഴിമതി നിയമനത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ സഹകരണ ബാങ്കിൽ, ബത്തേരി സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 32 ലക്ഷം രൂപ ബാധ്യതയുണ്ടായിരുന്നു. ബത്തേരി സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ആയിരുന്ന കാലത്ത് ഈ 32 ലക്ഷം രൂപയുടെ ബാധ്യത പാർട്ടി പാവം NM വിജയൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഈ 32 ലക്ഷം രൂപ എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ബത്തേരിയിലുള്ള വിവിധ കോൺഗ്രസിൻ്റെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്താമെന്ന് പറഞ്ഞ് IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണം ഈ ട്രഷറായിരിക്കുന്ന NM വിജയൻ വാങ്ങിയ പണം, ആ പണം ഒടുവിൽ നിയമനം നൽകാത്ത സാഹചര്യത്തിൽ ആ നിയമനം മറിച്ചു കൊടുത്തു. അവിടെയും ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു നിയമനം നടത്താൻ കോഴ വാങ്ങി, ആ നിയമനം നടത്താതെ മറുനിയമനം നടത്തി അവിടെ നിന്ന് കൂടുതൽ കോഴ വാങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം. ഒടുവിൽ ബലിയാടായതാരാ? NM വിജയൻ. NM വിജയൻ എന്ന് പറയുന്നത് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. ആ നിമിഷം പോലും പാർട്ടി പ്രതിസന്ധിയിലാക്കാൻ ആത്മഹത്യാക്കുറിപ്പിൽ പോലും NM വിജയൻ ശ്രമിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കണം. NM വിജയൻ എന്താ പറഞ്ഞെന്നറിയാമോ? NM വിജയൻ പറഞ്ഞത്, പാർട്ടി നേതൃത്വം ഇത് കേട്ടില്ലെങ്കിൽ മാത്രം ഒരാഴ്ചയ്ക്കു ശേഷമേ ഇതിൻ്റെ ഉള്ളടക്കം പുറത്തു വിടാവൂ എന്നാണ് അവശേഷിക്കുന്ന ഒരു മകനോടും ഒരു മകളോടും ഈ NM വിജയൻ പറഞ്ഞത്. അത്രമേൽ പാർട്ടി സ്നേഹിച്ചിരുന്നൊരു പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് NM വിജയനെ ഒരാൾ പോലും, NM വിജയൻ്റെ ഒരു രോമത്തിൽ പോലും അഴിമതിയുടെ കറയുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. പക്ഷേ IC ബാലകൃഷ്ണൻ്റെ നിർദ്ദേശാനുസരണം എന്ന് NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ആ അഴിമതി പണം NM വിജയൻ വാങ്ങേണ്ടി വന്നു, ഒടുവിൽ കൊടുത്ത് തീർക്കേണ്ടി വന്നു. 32 ലക്ഷത്തിൻ്റെ ബാധ്യത. ആ ബാധ്യത തീർക്കാൻ ആ പാവം NM വിജയൻ എന്ത് ചെയ്തു? പലതവണ IC ബാലകൃഷ്ണനോട് പറഞ്ഞു അത്രേ, ND അപ്പച്ചനോട് പറഞ്ഞു അത്രേ, KK ഗോപിനാഥനോട് പറഞ്ഞു അത്രേ. പരിഹാരമായില്ല. ഒടുവിൽ 2021 ഒരു കത്ത് KPCC നേതൃത്വത്തിന് കൊടുത്തു.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്ന് ആ കത്തൊന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ വിജയനും ജിജേഷും ജീവനോടെ കാണുമായിരുന്നു വയനാട്ടിൽ. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം അവിടെ നിന്നാണ്. അന്ന് KPCC അതൊന്ന് തുറന്നു വായിച്ച് ആ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ജില്ലാ നേതൃത്വം ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് ജീവനെങ്കിലും ബാക്കി നിർത്താമായിരുന്നു. കോൺഗ്രസിന് ജില്ലയിലെ ആത്മാഭിമാനം നിലനിർത്താമായിരുന്നു. പക്ഷേ 2021 കത്ത് അവഗണിച്ചു KPCC നേതൃത്വം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയാമോ, ഇന്ന് 60 ലക്ഷം രൂപ, 59,300,000 രൂപയോ 30,000 രൂപയോ മറ്റോ ഇന്ന് ബത്തേരി ബാങ്കിൽ കൊണ്ട് അടച്ചിട്ടുണ്ട് KPCC നേതൃത്വം. എപ്പോഴാണ് അടച്ചത്? പത്മജ വന്ന്, അതായത് ഈ NM വിജയന്റെ മരുമകൾ വന്ന് വളരെ വ്യക്തമായി പറഞ്ഞു, താക്കീത് കൊടുത്തു. ഈ ഒക്ടോബർ 2-ാം തീയതി മുതൽ KPCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോയി നേരിട്ട് കണ്ടു. CPM അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്ത് ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് മാത്രമാണ് ഈ 59 ലക്ഷം അവിടെ കൊണ്ട് അടയ്ക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിക്കൂ, ഈ കരാർ എന്തുണ്ടാക്കിയതാ? ഞാൻ ആ കരാറിനെ കുറിച്ച് പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു കാര്യം. ഈ 59 ലക്ഷത്തിലധികം രൂപ ബത്തേരി ബാങ്കിൽ അടച്ചല്ലോ കോൺഗ്രസ്. വേറെ ഒരു 30 ലക്ഷം രൂപ കൂടി ബാധ്യത തീർത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 58 ലക്ഷം ബാങ്കിൽ അടച്ചു. നേരത്തെ 30 ലക്ഷം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 10 ലക്ഷം. മൊത്തം കൂടി നോക്കിയാൽ ഏകദേശം 1 കോടിക്കടുത്ത് രൂപ കേരള KPCC എന്ന് പറയുന്ന പാർട്ടിയുടെ ഖജനാവിൽ നടച്ചിട്ടുണ്ട്. ഈ പാർട്ടിയുടെ ഖജനാവിലേക്ക് പൈസ എങ്ങനെയാണ് വരുന്നത്? KPCCയുടെ, കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കൊടുക്കുന്ന പണമല്ലേ ഇത്? കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസ്, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്ത പണത്തിനൊരു വിഹിതം കിട്ടിയിട്ടുണ്ടാവും. അതല്ലല്ലോ ഈ പണം. ഈ പണം KPCC ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമല്ലേ? അത് പാർട്ടിക്ക് വേണ്ടി പാർട്ടി പിരിച്ചെടുത്ത പണമല്ലേ? പാർട്ടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും പാർട്ടിയുടെ ജനകീയ ആവശ്യങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പിടിച്ചെടുത്ത പണമല്ലേ? ഈ പണം എന്തിനാണ് തട്ടിപ്പ് നടത്തിയവർക്ക് വേണ്ടിയിട്ട്, കോഴപ്പണം വെട്ടിച്ചെടുത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് വയനാട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്? എന്തിനാണ്? ഇതിന് ഉത്തരവാദിയായ IC ബാലകൃഷ്ണൻ ഇപ്പോഴും MLA തുടരുകയല്ലേ? KK ഗോപിനാഥനില്ലേ? ഇതാരാണ് ഈ പണം വാങ്ങിയത്? ഇപ്പോൾ ഈ പാർട്ടി കൊടുത്തിരിക്കുന്ന പണം എന്താണ്? കോഴപ്പണമായിട്ട് വാങ്ങിയ പണം നേതാക്കൾ അടിച്ചുമാറ്റി. ആ അടിച്ചുമാറ്റിയ പണം പലിശ സഹിതം പാർട്ടി വീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ കാര്യമാണ്. പാർട്ടി കൊണ്ട് കൊടുക്കുന്ന പണം, ഈ നേതാക്കൾ അടിച്ചുമാറ്റിയ പണം പാർട്ടി കൊണ്ട് ബാങ്കിലിട്ട് കൊടുക്കുകയാണ്. അഴിമതിക്ക് കൂട്ടു നിൽക്കുകയല്ലേ ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പാർട്ടി അങ്ങനെയാണോ ഈ കാര്യത്തിന് ഉത്തരവാദിത്വത്തോടു കൂടി ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്? പാർട്ടിയുടെ പണം ഈ നേതാക്കൾക്ക് ധൂർത്തടിക്കാനും കോഴയായിട്ട് വാങ്ങാനുമുള്ള പണമാണോ? കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നേതൃത്വത്തോട്. ഇപ്പോൾ 2 തെറ്റുകൾ സംഭവിച്ചു. ഒന്ന്, 2021 കത്ത് അവഗണിച്ചു. അന്ന് അവഗണിച്ചത് കൊണ്ടാണ് അതിൻ്റെ പലിശ സഹിതം അത് 65 ലക്ഷത്തിലേക്ക് വളർന്നത്. അതല്ലെങ്കിൽ അത് 40 ലക്ഷത്തിന് മൊത്തം ഈ പണം ഒതുക്കി തീർക്കാമായിരുന്നു. അതിൻ്റെ ബാധ്യത നേതൃത്വത്തിനുണ്ടെന്നിരിക്കെ ഈ KPCCക്ക് ലഭിച്ച പണം ഈ പലിശ സഹിതം തിരിച്ചു വീട്ടേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? 2, IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണം വാങ്ങിയ പണം എവിടെ പോയി എന്ന് അന്വേഷിക്കാതെ, അവരുടെ കയ്യിൽ നിന്നത് വീണ്ടെടുക്കാതെ KPCCയുടെ ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ടടച്ചു? 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കരാറ് പലതവണ പുതുക്കുന്നുണ്ട്. അതിൽ ഏകദേശം 2 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും ഒടുവിൽ KPCCയുടെ ഉപസമിതി സമ്മർദ്ദം ചെലുത്തി അത് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 60 ലക്ഷത്തിലേക്കും 65 ലക്ഷത്തിലേക്കുമായി സമ്മർദ്ദം ചെലുത്തി കുറച്ചിരിക്കുന്നു. വീണ്ടും ആ കരാറ് സിദ്ദിഖ് ഏകപക്ഷീയമായി കൈക്കലാക്കിയെന്നൊരു ആരോപണം കൂടി പത്മജ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെയും സത്യസന്ധമായിട്ടല്ല പാർട്ടി ഇടപെട്ടത്. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളിലായി ജില്ലാ നേതൃത്വത്തിന് വൻ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വയനാട്ടിലെ ജില്ലാ നേതൃത്വം എന്ന് പറയുന്നത് അഴിമതിക്കും ഈ കോഴയ്ക്കുമൊക്കെ കൂട്ടുനിന്ന ഒരു ജില്ലാ നേതൃത്വം എന്ന നിലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ നിന്ന് DCC സ്ഥാനത്ത് നിന്ന് മാറ്റി AICCയുടെ ഏതോ ഒരു അംഗമായിട്ട് ഈ ND അപ്പച്ചനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഷ്ടം എന്നേ പറയാനുള്ളൂ. നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടായിരുന്നു അത്. അതിന് മറ്റൊരു സ്ഥാനം കൊടുത്തല്ല ആ പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് 1ഉം 2ഉമല്ല, ഈ പണം ആരുടേത് എന്ന ചോദ്യം പ്രസക്തമാണ്. അത് എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന ചോദ്യവും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് നേതൃത്വം തന്നെയാണ് മറുപടി പറയേണ്ടത്. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നാണ് എൻ്റെ പക്ഷം. ഹൈക്കമാൻഡ് തിരുത്തിച്ചോ എന്നാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരത്തിൻ്റെ അവസ്ഥയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്ക്. കോൺഗ്രസ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു എത്തും പിടുത്തം ആ നേതാക്കന്മാർക്ക് പോലുമില്ല. ആരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. AICC നേരിട്ട് ഇടപെടുന്ന ഏക മണ്ഡലം വയനാടാണ് ഇന്ത്യയിൽ. വേറെ ഏതെങ്കിലും മണ്ഡലം അങ്ങനെയുണ്ടോ? നേരിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആൾക്കാർ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാവരും കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എവിടെയാണെന്നറിയോ? വയനാട് മണ്ഡലത്തിലാണ്.
ACC മൊത്തം വയനാട് മണ്ഡലത്തിൽ വേണം, അതിൽ മല്ലികാർജ്ജുന ഖാർഗെ മാത്രമാണ് ഇല്ലാത്തത്. ബാക്കി എല്ലാവരും വയനാട് മണ്ഡലത്തിലെത്തിട്ട് അവിടുത്തെ പ്രശ്നം പോലും പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 5 ആത്മഹത്യ നടന്നു. 5 ആത്മഹത്യ നടന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നം തീരുമോ? പ്രശ്നമില്ല. ഇനി ആത്മഹത്യ നടക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന്. നട്ടലിലുള്ള നേതാക്കന്മാർ കോൺഗ്രസിലില്ല. അപ്പോൾ അതാണ് തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ പറയാം, NSSനെ പിണക്കി, SNDPനെ പിണക്കി, എന്താണ് പ്രധാനപ്പെട്ട സംഘടനകളെ മുഴുവൻ പിണക്കി. ആരാ പിണക്കുന്നത് വെച്ചാൽ ഒരാളെ ചൂണ്ടിക്കണക്കാൻ നോക്കിയാൽ ഉണ്ടാവില്ല. പക്ഷേ എന്താണ്, എല്ലാ ആൾക്കാരും കോൺഗ്രസിനെതിരാണ്. എങ്ങനെയാണ് ഈ കോൺഗ്രസിനെതിരാകുന്നത്? പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം കോൺഗ്രസിനെതിരാണെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ എതിരാവുന്നത്? ഇവർക്കത് കൈകാര്യം ചെയ്ത് കൊണ്ടുനടക്കാൻ അറിയുന്നില്ല എന്നാണ്, കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ്. KPCC പ്രസിഡന്റിനെ മാറ്റി. KPCC പ്രസിഡന്റ് മാറ്റുമ്പോൾ പറഞ്ഞ കാരണങ്ങൾ എന്താ? K. സുധാകരന് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവില്ല, ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിവില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ന KPCC പ്രസിഡന്റ് എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്? സുധാകരനാണെങ്കിൽ വല്ലപ്പോഴും ഒരു ബൈറ്റെങ്കിലും തരുമായിരുന്നു, എന്തെങ്കിലും കാര്യം പറയായിരുന്നു, ആർക്കെങ്കിലും എതിരെ പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് എന്തെങ്കിലും ആർക്കെതിരെ പറയുന്നത് കേൾക്കുന്നില്ല. ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് പോവുകയാണ്, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ആർക്കെതിരെ പറയാൻ തുടങ്ങുമ്പോൾ ഒരു സുധാകരപ്പേടി ഉണ്ടായിരുന്നു. ഇയാൾ കയറി വേറെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ ഒരു പ്രിക്കോഷൻ എടുക്കായിരുന്നു. ഇപ്പോൾ ആരെയും പേടിയില്ല, പുള്ളീൻ്റെ ഇഷ്ടത്തിന് പോവുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രോപ്പറായിട്ടല്ല പോകുന്നത്, KPCC പ്രസിഡന്റ് പ്രോപ്പറായിട്ടല്ല പോകുന്നത്. പിന്നെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? DCC പ്രസിഡന്റുമാർ നന്നാവണം എന്നാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിലെ DCC പ്രസിഡന്റുമാരെല്ലാം ഇനി നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു പോവാണോ? അപ്പം ഇതിനൊരു അച്ചടക്കമില്ല എന്ന്. ഈ അച്ചടക്കം എങ്ങനെയാണ് ഇപ്പം വേറെ എല്ലാ പാർട്ടികളിലും? ഇപ്പം നമ്മൾ വളരെയധികം വിമർശിക്കുന്ന പാർട്ടിയാണല്ലോ BJP-നെ വരെ ഒരു ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അവലോകന യോഗവും ആരാണ് വേണ്ടതെന്നുള്ളൊരു 4-5 പേരെ കണക്കാക്കി അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലേ? ഇതപ്പോൾ പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആരോടും ചോദിച്ചോ? വയനാട്ടിൽ നടക്കുമ്പോൾ ചോദിച്ചിട്ടില്ല. ഇപ്പം എന്താ വിചാരിക്കുന്നത്? അവിടെ എല്ലാം ഒറ്റക്കെട്ടായി പോകുന്ന? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വയനാടിൻ്റെ സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്നും കോൺഗ്രസ് അവഗണിച്ച ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ MP ഇന്നേ ഒരു വയനാട്ടുകാരനായിട്ടില്ല. MI ഷാനവാസായിരുന്നു മുമ്പ് അവിടുത്തെ MP. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ACC നേതാക്കന്മാർ വരുന്നു. പ്രിയങ്കാഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, പിന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നു. ആകെ 3 നിയോജക മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ 2 സംഭരണമാണ്, ബത്തേരിയും മാനന്തവാടിയും. കൽപ്പറ്റ ഒരെണ്ണം മാത്രമാണ്. ഇത്രയും നാളും അതാരായിരുന്നു? വീരേന്ദ്രകുമാറിൻ്റെ അടുത്ത പാർട്ടിയിലായിരുന്നു. ഇപ്പോൾ ആ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എങ്ങനെ ഇരുന്നു? കോൺഗ്രസിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ നേർച്ച നേടാത്തൊരു പള്ളിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസിൽ അവിടുത്തെ നേതാക്കന്മാർ. കാരണം ഒരേ ഒരു സീറ്റ് അവർക്ക് മത്സരിക്കാൻ കിട്ടുള്ളൂ. ആ സീറ്റ് മത്സരിക്കാൻ വേണ്ടി അവിടുന്ന് CPM-ലേക്ക് പോയ ചക്കത്തിൽ സിദ്ദിഖ് വരുന്നു കോഴിക്കോട് നിന്ന്. അപ്പം വയനാട്ടുകാരെ സംബന്ധിച്ച് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല ആരും. ഒരു കോൺഗ്രസ് നേതാവിനെയും പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഏതെങ്കിലും കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വയനാട്ടിൽ നിന്ന് ഒരു വൈസ് പ്രസിഡന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ജനറൽ സെക്രട്ടറിനെ കണ്ടിട്ടുണ്ടോ? ഒരു നല്ല പോസ്റ്റിലുള്ള ഒരാളെങ്കിലും കണ്ടോ? ആകെ KK അബ്രഹാം ഉണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ. കാരണം പുൽപ്പള്ളി എന്ന് പറയുന്നത് എന്താ? കോൺഗ്രസിൻ്റെ കുത്തക കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോട്ടയത്ത് നിന്ന് കുടിയേറി വന്ന വയനാട്ടിലെ കോൺഗ്രസ് ജനതകൾ മുഴുവൻ തിങ്ങിപ്പാർത്തൊരു സ്ഥലമാണ് പുൽപ്പള്ളി എന്ന് പറഞ്ഞത്. അവിടെ കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. അവിടെ പോലും അവരെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യാതെ കോൺഗ്രസ് എന്താ പറയുക, അടിമപ്പണി എടുപ്പിക്കാൻ വേണ്ടി കുറച്ച് വയനാട്ടുകാരെ എടുത്തു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇപ്പം മാനന്തവാടി ആണെങ്കിലും നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നല്ലോ ജയലക്ഷ്മി മന്ത്രിയായിരുന്ന സമയത്താണ് കോൺഗ്രസ് ഒരു ചെറിയ അനക്കം കാണുണ്ടായത്. ജയലക്ഷ്മിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിന് പ്രിയങ്ക ഗാന്ധിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടാണ് അവനെ ഫോട്ടോ എടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അവനെ വേറൊരു മാധ്യമപ്രവർത്തനം തല്ലിയിട്ട് കേസ് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു പരിധിവരെ കോൺഗ്രസിലെ വയനാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിലെ വയനാട്ടിലെ അവസ്ഥ മാത്രമല്ല, ഇതേ അവസ്ഥ ഇപ്പം കേരളം മുഴുവനുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ല DCC പ്രസിഡന്റിനെ കുറിച്ച് നോക്കിക്കോളൂ. ഇടുക്കി DCC പ്രസിഡന്റ് അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. പല DCC പ്രസിഡന്റുമാരുടെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. പുനഃസംഘടന നടത്താൻ കഴിയുന്ന, അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ പുനഃസംഘടന നടത്താൻ കഴിയുന്നുണ്ടോ? പുനഃസംഘടന നടത്താൻ കഴിയുന്നില്ല. കേരളത്തിലെ ഒരു കേഡർ സംവിധാനം, സെമി കേഡർ എന്ന് പറഞ്ഞത് വന്നതാണ് സുധാകരൻ. സെമി കേഡറായി. പക്ഷേ സെമി കേഡറിന് ഒരു ശ്രമമെങ്കിലും സുധാകരൻ ഈ കേഡർ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരാൾ പറയുക,
ഒരാൾ നിലപാടെടുക്കുക, അത് താഴെ സംവിധാനത്തിലേക്ക് എത്തിക്കുക, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് പാർട്ടി എവിടെയാണ് നിൽക്കുക? ഇത് അവിയൽ പിന്നെ ഉണ്ടാക്കിയതുപോലെ കുറേ ആൾക്കാരും എല്ലാം കൂടി കൂട്ടി വഴിച്ചിട്ട് ഇതൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും ഒരു നിലപാടെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അരുൺ സാർ നേരത്തെ 1 കോടി കൊണ്ട് അടച്ചു. 1 കോടി ആരെ കൊണ്ടായത്? ആകാശത്ത് പോയതല്ലോ. 1 കോടി ആരൊക്കെയോ പറ്റിച്ച് ഒരു 2 പാവങ്ങൾ ആത്മഹത്യ ചെയ്തു. ഈ 1 കോടി ആരെ പറ്റിച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. എതിരെയായ പോയെന്നറിയില്ല. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോയി ചോദിച്ചപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിങ്ങൾ ഏറ്റിട്ടല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. കാരണം നിങ്ങളല്ലേ പൈസ കൊടുക്കാൻ ഏറ്റത്, പിന്നെ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ അവരോട് തന്നെ പോയി ചോദിക്കുക എന്ന് പറയാണ്. എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്ത് 2 പേര് പൈസ കിട്ടാതെ ആത്മഹത്യ ചെയ്തു. 3ാമത്തെ ആ പെൺകുട്ടി പോയിട്ട് കൈഞ്ഞുറമ്പ് മുറിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി. അതിലും നിർത്തില്ല കേട്ടോ. ആ കൈഞ്ഞുറമ്പ് നിറഞ്ഞ് ആശുപത്രി കിടക്കുന്ന സമയത്ത് പറയുന്നത് എന്താ അറിയോ? ഞങ്ങൾ അങ്ങനെ പൈസ കൊടുക്കാമെന്ന് ഏൽപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് പറയാണ്. അടുത്ത നേതാവ് വന്നിട്ട് പറയുകയാണ് എന്ത്, അയ്യോ ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചിരുന്നു, ഞാനത് കൊടുക്കാൻ നേട്ടാന്ന് പറയുകയാണ്. അപ്പം ഈ KPCC പ്രസിഡന്റ് അറിയില്ലേ ഈ പറഞ്ഞ താഴത്തെ നേതാവ് എഗ്രിമെൻറ്റ് വെച്ചത്? അല്ലെങ്കിൽ പിന്നെ അറിയില്ല എന്ന് നോക്കുക. അപ്പോൾ ആ നേതാവ് തന്നെ പറയുകയാണ് എഗ്രിമെൻറ്റ് ഇവിടെ ഇല്ലാതെ KPCC മേടിച്ചിട്ട് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ തന്നെ ഇത് മറിച്ചു. എന്നിട്ട് എന്താ ആ പെൺകുട്ടി തന്നെ പറയാം, ഞാൻ 2-ാം തീയതി കൊണ്ട് DCC ഓഫീസിന് വേണ്ടി സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറയുന്നു. സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറയുമ്പോൾ പറയുകയാണ് സത്യാഗ്രഹം ചെയ്യുന്ന പ്രശ്നമാണ്. കാരണം എന്താ, 60 ദിവസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ ചർച്ചകൾ മുഴുവൻ പിന്നെ അങ്ങോട്ട് പോകും. നിങ്ങൾ അവിടെ പൈസ കൊടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? സത്യാഗ്രഹം ഇരുന്നായി കയ്യിൽ നിന്ന് പോകും. സത്യാഗ്രഹം ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ന്യായമായി, പിന്നെ അതായി, പിന്നെ 1 കോടി കൊണ്ട് കൊടുത്തു. 1 കോടി ആരാണ്? അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങളുടെ അടുത്തുനിന്ന് പിരിച്ചെടുത്തതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പിന്നെ മീറ്റ് ദ ടെസ്റ്റ് പറഞ്ഞു, ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ പണ്ട് കോൺഗ്രസ്സുകാർ ചെല്ലുമ്പോൾ 1000-500 നോട്ട് കിട്ടിയെങ്കിൽ ഇപ്പോൾ 5-ന്റെയും 10-ന്റെയും നോട്ടാണ് കൊടുക്കുന്നത്. കാരണം അത്ര വില കുറച്ച് ജനങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ വീട് കയറി പിരിക്കാൻ ജനങ്ങളെ കിട്ടാതായി. കാരണം ഇപ്പം ഈ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പം പിടിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊണ്ടാണ്, അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടല്ല. അപ്പോൾ വില ഇടിയുന്നത് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത് നേതാക്കന്മാർക്കേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. താഴെ തട്ടിക്കിടക്കുന്ന അണികൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. എന്താ അറിയോ, അവരോരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് നടപടി എടുത്തു? അവരതിലൊരു മറുപടിയില്ല. കാരണം ഈ താഴെ തട്ടിക്കിടക്കുന്ന പാവങ്ങളല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കാൻ പോയതിൻ്റെ കഥ അറിയാവുന്നത് അല്ലല്ലോ. ഇതിങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതായിട്ട് എത്ര നാളായി? യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് സംവിധാനം ഉണ്ടല്ലോ, വലിയ രീതിയിൽ കേഡർ സംവിധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടി, 2ാം നിരയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിർത്തിയ പാർട്ടി. ആ സംവിധാനത്തിന് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനില്ല. ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു അധ്യക്ഷനെ വെക്കാൻ എന്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? അതുമില്ല. എന്നാൽ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു വട്ടം നേതാക്കന്മാർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്ന് പറയുന്നു. ഒരു വട്ടം നേതാക്കന്മാർ പറയുന്നു പുറത്താക്കിയിട്ടില്ല എന്ന് പറയുന്നു. അവർ ആ പാർട്ടിൻ്റെ ഭാഗമല്ല എന്ന് പറയുകയും എവിടുന്നേലും കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കഥ പറയുകയും ചെയ്യും. പാർട്ടീൻ്റെ ഭാഗമല്ല MLA. അപ്പം ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ, MLA കണ്ടാൽ സംസാരിക്കണ്ടേ? അങ്ങനെയാണോ പാർട്ടിയിൽ സാധാരണ ആൾക്കാരെ പുറത്താക്കുക? അപ്പോൾ ഇതൊന്നും ഇവർക്ക് തന്നെ ഐഡിയ ഇല്ല, എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. VD സതീശനോട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ്, ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം കേട്ടോ. ഒറ്റക്കെട്ടായ തീരുമാനം എടുത്ത് പുറത്താക്കാൻ തീരുമാനിച്ചു. പുറത്താക്കാനല്ല, സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒറ്റക്കെട്ടായ തീരുമാനമാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു വരുമ്പരായി എന്താ, എത്ര നാളെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുക? സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പറ്റിയ 1 മാസമാണ്. 1 മാസം കഴിഞ്ഞില്ലേ? ഇനി എന്താ നിലപാട്? അപ്പോൾ ഇതിങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇവർക്ക് തന്നെ ഒരു തീരുമാനമില്ല. ഇവർക്കിപ്പോൾ എന്താ സംവിധാനം എന്നറിയോ? ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയാവും, മറ്റേ മുഖ്യമന്ത്രി, അതിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ കോൺഗ്രസ്സുകാർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആവാൻ നിശ്ചയിച്ച ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്നറിയാം. എന്താ പിന്നെ ആരും ആവണ്ട എന്ന് തീരുമാനിച്ചേക്കാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ മുഖ്യമന്ത്രി ആവുമെന്ന് പ്രവർത്തിച്ച് ശക്തമായി വന്ന ആൾക്കാർക്ക് ബാക്കോട്ട് പിന്നോട്ട് കളിക്കാൻ പറയും. കാരണം എന്തുകൊണ്ടാണ്, എൻ്റെ ഇമേജ് ലേശം ഇടിഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ ആരും മുഖ്യമന്ത്രി ആവണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് KPCCയുടെ ഏറ്റവും മുതിർന്ന നിലയിലുള്ള നേതാക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നിലപാടെടുത്ത് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഇത്. AICC ഇപ്പം ഞാൻ പറയില്ലേ, അപ്പം ഞാൻ ഇവിടുന്ന് മാറ്റി, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മാറ്റിയിട്ട് കൊടുക്കുന്ന പോസ്റ്റ് AICC ജനറൽ സെക്രട്ടറി അല്ല AICC. ഞാൻ പറഞ്ഞത് KC പോസ്റ്റ് കൊടുക്കാതിരുന്ന നന്നായി എന്ന് പറയാം. വേണമെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് കൂടെ കൊടുത്തളയും. കാരണം പുള്ളിക്ക് അപാകതയുള്ള സമയത്ത് സൈൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഇതിനുണ്ടാകും. ഞാൻ പറയാം, അപ്പം ഞാൻ ജനിച്ച സമയം തുടങ്ങിയിട്ട് കാണുന്ന ഒരാളാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമുള്ളൂ. ഞാൻ പോകുന്ന വഴിയുടെ സൈഡിലാണ് വീട്. 50 വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തത് നല്ല രീതിയിൽ. പക്ഷേ ഇതിനെ ഗൈഡ് ചെയ്യാൻ പറ്റിയ നേതാക്കന്മാർ സെൻട്രലില്ലാത്തതിൻ്റെ പ്രശ്നമാണെന്നേ. കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്ന 2 പ്രാവശ്യം MLA ആയി, നല്ല രീതിയിൽ DCC പ്രസിഡന്റ് ആയിരുന്നു. 1991 തുടങ്ങി 98 വരെ കണ്ടാൽ എനിക്ക് തോന്നുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ DCC പ്രസിഡന്റായി പ്രവർത്തിച്ച ആൾ തന്നെയാണ്, ഇല്ലാതൊന്നും ആരും പറയണ്ട.
നല്ല രീതിയിൽ പ്രവർത്തനം. ഇന്നേ വരെ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് രാജിവെക്കുമ്പോൾ ഒരു ഉറ്റി കണ്ണീര് വീഴ്ത്താതെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കോൺഗ്രസിൻ്റെ അധോഗതിക്ക് കാരണം അത് തന്നെയാണെന്നേ. എല്ലാ നേതാക്കന്മാരെയും കരയിച്ചിട്ട് ഇറക്കി വിടുള്ളൂ. പ്രോപ്പറായിട്ടുള്ള ഒരാൾക്ക് ഒരു സെൻഡ് ഓഫ് കൊടുത്തു വിടൂല. ഒരു കാലാവധി ഇല്ല. കോൺഗ്രസിൻ്റെ GCC പ്രസിഡന്റ് കാലാവധി എത്രയാണ്? വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? KPCC പ്രസിഡന്റ് കാലാവധി എത്രയാണ്? വല്ല ഐഡിയ ഉണ്ട്? അത്ര ജീവിതാവസാനം മരിക്കുന്നോളം വരെ MLA ആയിരിക്കണം, മരിക്കുന്നോളം വരെ MP ആയിരിക്കണം. ഒരു സ്ഥലം MP സ്ഥാനാർത്ഥി ആയാൽ പിന്നെ അവൻ ജീവിതാവസാനം വരെ MP ആണ് അവിടെ. ഇങ്ങനെ പോകുന്ന ഒരു പാർട്ടിക്ക് പിന്നെ ഇവരാണ് ഉണ്ടല്ലോ ഇത് BJP താഴെ ഇറക്കിയിട്ട് അധികാരം പിടിക്കാൻ പോകുന്നത്. ജനങ്ങളിങ്ങനെ താളത്തി കൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെയും ജയിച്ച് കയറിയ ജയിച്ച് കയറിയ താഴ്ത്തി അതുപോലും മേടിക്കാനുള്ള കൈ നീട്ടാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിങ്ങനെ തുടരുകയുള്ളൂ. കാരണം എന്താണ്? നിലപാടെടുക്കാൻ തൻ്റെ ഉള്ള നട്ടലുള്ള നേതാക്കന്മാരില്ലാത്തോടത്തോളം കാലം ഇത് തുടരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹൈക്കമാൻഡ് തിരുത്തിച്ചോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെ അഭിപ്രായം യെസ്, ഒരാൾ നോ.